കരിപ്പൂർ വിമാനത്താവളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ എം.കെ. രാഘവൻ എം.പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉപവാസ സമരം ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാരിൽ നിന്നും അനുകൂല നടപടിയുണ്ടായില്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളത്തിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് എം.കെ. രാഘവൻ എം.പി പറഞ്ഞു. കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കുക, ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എം.കെ. രാഘവൻ എം.പിയുടെ ഉപവാസ സമരം. ഇന്നലെ രാവിലെ ആരംഭിച്ച 24 മണിക്കൂർ ഉപവാസ സമരം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തു നിന്നുള്ള നിരവധി ആളുകൾ സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തി. അനുകൂല നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് എം.കെ. രാഘവൻ എം.പി പറഞ്ഞു. ഈ സമരത്തിന്റെ ഒരു റിസൾട്ടിനെ ആശ്രയിച്ചാണ് അടുത്ത സമര പരിപാടി. റിസൾട്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ ഞങ്ങൾ എയർപോർട്ടിലേക്ക് നീങ്ങും. അനിശ്ചിതകാല സമരം അവിടെ ആരംഭിക്കും. ഇന്ന് രാവിലെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ എം.എൽ.എ തുടങ്ങിയവർ പങ്കെടുക്കും. ഈ മാസം 18-ന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി UDF എംപിമാർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ഇതേ ദിവസം തന്നെ വ്യോമയാന മന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്താനാണ് ഇവരുടെ ശ്രമം. മീഡിയ 1 കോഴിക്കോട്.